ഓക്കെ. നമ്മളിനി കളറിന്റെയും വിഷന്റെയും അടുത്തൊരു സ്ലൈഡിലേക്കും പ്രസന്റേഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ. ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവുമല്ലോ അല്ലെ? ആ വിഷയങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആണ് ഇനി നമ്മൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അനുഗ്രഹങ്ങൾ എന്ന് പോലും പലപ്പോഴും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മൾ ഇപ്പോ കണ്ണിൽ നടക്കുന്ന ആ പ്രോസസ്സ് കണ്ടു. ഇനി നമ്മൾ കാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? കളറിനെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മളിപ്പോ ബേസിക് കളറായിട്ട് എന്താണ് പനിച്ചു പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്ന പനിച്ചു എന്നുള്ള പ്രയോഗം എന്താണ് നിങ്ങൾക്ക് തോന്നിയത് ഷെയർ ചെയ്യാം. അപ്പൊ പനിച്ചു പച്ചയും നീലയും ചുവപ്പുമാണ് നമ്മുടെ ബേസിക് കളറുകൾ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു പിന്നെ കാര്യം ചിന്തിക്കാൻ വേണ്ടി ഇട്ട് തരികയാണ്. എന്റെ മുന്നിൽ ഇപ്പൊ ഒരു പ്രിന്റർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രിന്റർ കാണാം. ആ പ്രിന്ററിലുള്ള കളർ എന്ന് പറയുന്നത് എന്താണ്? സത്യത്തില് ഈ പച്ചയും ചുവപ്പും അല്ല. പകരം CMYK എന്നാണ് പറയാ. സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ആണ് ആ പ്രിന്ററിലെ കളർ. നിങ്ങൾ പ്ലസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവിടെ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പത്രത്തിന്റെ താഴെ 4 കളറുകൾ കാണാം. അതെന്തുകൊണ്ടായിരിക്കും എന്നതിന് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എനിക്കൊരു ചിലപ്പോൾ ഒരു കൗതുകരമായിട്ടുള്ള സംഗതി ആയിരിക്കും. കാരണം നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പിന്നെ കേൾക്കുന്നത് അതാണെങ്കിൽ പോലും പ്രിന്ററിൽ യൂസ് ചെയ്യുന്ന കളറുകൾ വേറെ 3 കളറാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ആർക്കെങ്കിലും ചാറ്റ് ചെയ്യാം ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു കൗതുകത്തിലേക്കാണ് ഇനി നമ്മൾ യാത്ര പോകുന്നത്. ഇതൊരു എക്സ്പെരിമെന്റൽ ലേണിംഗ് ആയിട്ട് മാറ്റണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെ കയ്യിൽ കളറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കളറിംഗ് ബുക്കുകളോ അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് സത്യത്തിൽ നമ്മൾ നേരത്തെ പഴയ ക്ലാസ്സുകളിലും പറഞ്ഞു, ഓരോ കളറിനും അതിൻ്റെതായ തരംഗദൈർഘ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കാണുന്ന പ്രകാശത്തിന്റെ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ചെറിയ ഒരു ഏരിയയിൽ മാത്രമുള്ള കളറുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഉള്ള ഒരു കളർ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് 380 മുതൽ 740 വരെയുള്ള ഒരു നാനോമീറ്ററിന്റെ അകത്തുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഏരിയ ഉണ്ട്. അത് വളരെ വിശാലമായ ഒരു ഏരിയയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും തമ്മിൽ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഏകദേശം മനുഷ്യന്റെ കണ്ണില് 9 കോടി റോഡുകളും 45 ലക്ഷം കോണുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം പിന്നെ കോശങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. ഇത് വേറെ ജീവികളിലേക്ക് വരുമ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോ ഈ പിന്നെ നമ്മളുടെ കളറുകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കോൺ കോശങ്ങൾ നിലവിൽ നമുക്ക് എന്താണ് പറയാ 45 ലക്ഷം ആണെങ്കിൽ ഇത് 90 ലക്ഷമുള്ള ജീവികൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ അത്രത്തോളം ഇല്ലാത്ത ജീവികളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണുന്ന ജീവികളുണ്ട്. ചില കളർ കാണുമ്പോൾ അസ്വസ്ഥരാകുന്ന ജീവികളുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ പോത്ത്, കാള, എരുമ അല്ലെങ്കിൽ ആ ഒരു കന്നുകാലികളുടെ ടൈപ്പിലുള്ള ആള് റെഡ് അവരെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ വിരല് പിടിക്കും. അപ്പൊ റെഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നിടത്ത്, അതിന് മനസ്സിലാക്കുന്നിടത്തും അതിനെ അനലൈസ് ചെയ്യുന്നിടത്തും അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസ്വസ്ഥത വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ജീവികളിലുള്ളത്. മനുഷ്യന്റെ കാഴ്ച പോലെ അല്ല വേറെ ആൾ കാണുന്നത്. ഞാനൊരു നീല ബോൾ കാണുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പൂച്ച അത് കാണുന്നത് അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പൊ സത്യത്തിൽ അതിന്റെ നിറം എന്താണെന്നുള്ളത് ഒരു ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. ഞാൻ കാണുന്ന കളർ എന്റെ അതേ ഡെൻസിറ്റിയിൽ ആയിക്കോളുന്നില്ല നിങ്ങളിൽ പലരും കാണുന്നത്. അപ്പൊ നമ്മൾ പച്ച എന്ന് പറയുമ്പോഴും സത്യത്തിൽ അത് പച്ചയാണോ, മറ്റുള്ളവർക്ക് അതിന്റെ വേറെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു കൗതുകരമായ കാര്യമാണ്. അപ്പൊ സാധാരണ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോ ഈ ലേഡീസിന് ഭയങ്കരമായ കളർ സെൻസിറ്റിവിറ്റി കൂടുതൽ ഉണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ശരിയാണോ അറിയില്ല. അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ കളറേ അറിയുള്ളൂ. പക്ഷെ ലേഡീസിന് ഒരുപാട് കളറുകൾ അറിയും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചവര് ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴും ഓരോ മൈന്യൂട്ടായ കളറുകളും ഇവര് വാച്ച് ചെയ്തുകൊണ്ടാണ് എടുക്കുക. നമ്മള് ജസ്റ്റ് ഡ്രസ് എടുത്ത് പോരുമ്പോ ഇവര് വളരെ കളറുകളിൽ വളരെ ഇതായിരിക്കും. ശരിയാണോ അല്ലേ? സാറിനോ ലേഡീസിനും പറയാം. നിങ്ങളുടെ ഹസ്ബൻഡിനെ കമ്പയർ ചെയ്താൽ മതി. ചില ഭാര്യമാര് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കളറും ഒരേപോലെ എന്ന് പറയും.
ശരിയല്ലേ? ആണുങ്ങളും ചിലപ്പോൾ സമ്മതിക്കും. കാരണം നമുക്ക് അതിന്റെ ഒരു കാരണം കൂടി ഉണ്ട്, അതിന് ശാസ്ത്രീയമായ ഒരു കാരണം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കളർ സെൻസിറ്റിവിറ്റി ആണുങ്ങളെക്കാൾ കൂടുതൽ ലേഡീസിനാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ പിന്നെ മനുഷ്യനിലെ ക്രോമസോമുകളിലാണല്ലോ ഉള്ളത്. അപ്പോ എക്സ് ക്രോമോസോമാണ് ലേഡീസിനുള്ളത്, XY ക്രോമോസോമാണ് എന്ത് ചെയ്യുന്നത് പുരുഷനുള്ളത്. അപ്പൊ എക്സ് ക്രോമോസോമുകളാണ് കളർ സെൻസിറ്റിവിറ്റി ഈ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആ ഒരു ക്രോമോസോം ആണ് കളറിനെ കൂടുതൽ തിരിച്ചറിയാൻ സഹായകമാകുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അത് ലേഡീസിന് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടും കൂടിയാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ കളർ സെൻസിറ്റിവിറ്റി പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളുടെ ക്വസ്റ്റ്യൻ കുറവൊന്നല്ല അത് എന്താണ് പടച്ചവൻ തന്നെ നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അത്രയും വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്നു, കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പ്രത്യേകിച്ച് ലേഡീസിനെ കുറിച്ച് ഇഷ്ടം. അതിന് കാരണം ആ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കമന്റ് ഇടാം, നേരത്തെ അറിയുന്നവർക്കും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ ലൈവായിട്ട് തന്നെ ചാറ്റിൽ ഉണ്ടായിരിക്കണം. യെസ്, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞിരുന്നോ? അതല്ല ഒരു പുതിയ വിവരമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യെസ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ആ ഒരു പിന്നെ CCTV വിഷന്. CCTVയിൽ നമുക്ക് കളർ ചിത്രങ്ങൾ കളറിൽ കാണാം. നല്ല പകൽ ചിത്രങ്ങൾ, പകലിലുള്ള ലൈറ്റിലുള്ള സമയത്തുള്ളത് എന്ത് ചെയ്യാം, വളരെ ക്ലാരിറ്റിയിൽ കിട്ടും. അറ്റ് ദി സെയിം ടൈം നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ, ലൈറ്റ് പോയി കഴിഞ്ഞാൽ, ലൈറ്റ് മങ്ങി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കിട്ടുക. അപ്പോൾ സത്യത്തിൽ ഇതേ പ്രോസസ്സ് കണ്ണില് വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രോസസ്സ് എന്തില്ല, ഒരു മെഷീനിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മെഷീനിൽ അത് അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ത്, ഇൻഫ്രാറെഡ്. അപ്പൊ ഇൻഫ്രാറെഡിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ആ ഒരു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ സംഭവം കിട്ടും. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യും, മങ്ങിയ വെളിച്ചമാണെങ്കിലും കുറഞ്ഞ വെളിച്ചത്തിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടും. ഇതേ പ്രോസസ്സാണ് സത്യത്തിൽ കളർ ഈ ഒരു റോഡ് കോശങ്ങളും കോൺ കോശങ്ങളിലും തമ്മിലും നടക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് മറ്റേ പനിച്ചു എന്ന് പറയാമെങ്കിലും സാങ്കേതികമായിട്ട് അതിലെന്തുണ്ട്, ഒരുപാട് ദൈർഘ്യമുള്ള കളറുകളുടെ ഒരു വലിയൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളാണ് LMS എന്ന രീതിയിലുള്ള 3 കാറ്റഗറി ആക്കി നേരത്തെ അവിടെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. 3 തരം കോണുകളും പ്രകാശം സ്വീകരിച്ചുണ്ടാക്കുന്ന സിഗ്നലുകളെ നമ്മുടെ മസ്തിഷ്കം ഒരു വർണ്ണമായി തോന്നിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ധരിപ്പിക്കുന്നത്. വർണ്ണം കാണുന്നത്, ഏത് വർണ്ണം എന്ന് തോന്നുന്നതൊക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാണുക എന്നാൽ പ്രകാശ തരങ്ങളുടെ പ്രത്യേക ആവൃത്തി ബാൻഡുകളെ റെറ്റിനയിലെ കോണുകൾ സംവേദനം ചെയ്യുന്നതാണ്. ഏത് വർണ്ണം ആണെന്ന് തോന്നുന്നത് കോണുകളിൽ നിന്നുള്ള സിഗ്നലുകളെ നമ്മുടെ മസ്തിഷ്കം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ധാരാളം തിയറികൾ കാണാൻ കഴിയും. പിന്നെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളിപ്പോ ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. എന്താണെങ്കിലും അതിന് പിന്നിൽ അത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ആപ്പിളിന്റെ ചിത്രം അവിടെ കാണുന്നുണ്ടല്ലോ. ഈ ആപ്പിൾ ഒരു പിന്നെ ചുവപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആപ്പിളിന് ചുവപ്പ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തില് രാത്രി ചിലപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുവപ്പായി കാണുമോ, ഒരു കറുപ്പായിട്ടില്ല തോന്നുന്നത്. ഒരു വേറെ വെളിച്ചത്തിന്റെ അണ്ടറിൽ ആ ചുവപ്പ് നമ്മൾക്ക് മറ്റൊരു കളറായിട്ടില്ല തോന്നുന്നത്. അപ്പൊ സത്യത്തിൽ എന്താണ്, പ്യുർ ലൈറ്റ് കിട്ടുന്ന സമയത്ത് ആ ചുവപ്പ് മാത്രം എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, ബാക്കിലൊക്കെ അബ്സോർബ് ചെയ്യുന്നു, അതായത് പിടിച്ചു വെക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ചുവപ്പ് എന്നുള്ള കളർ കാണുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ചാറ്റ് ചെയ്യാം. അതായത് ഒരു ചുവപ്പ് എന്ന് കാണുന്നത് ആക്ച്വലി എന്താണ്, സൂര്യപ്രകാശത്തിലെ 7ഓളം വർണ്ണങ്ങൾ എന്ന് വേണമെങ്കിൽ പൊതുവായി പറയാം. അപ്പൊ മിനിമം അതിനെ 3ആക്കി തിരിച്ചാൽ തന്നെ അത്രയും വർണ്ണങ്ങൾ ചുവപ്പല്ലാത്ത ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നു, പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിനെ ചുവപ്പ് എന്ന രീതിയിൽ തോന്നുന്നത്. അത് സൂര്യപ്രകാശം അടങ്ങുന്ന 7 വർണ്ണങ്ങൾ അടങ്ങുന്ന ലൈറ്റ് അല്ല, മറ്റൊരു ലൈറ്റ് ആണ് അതിൽ തട്ടിയിരുന്നെങ്കിൽ നമുക്ക് വേറെ കളറാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സംഗതി മസ്തിഷ്കം എന്ത് ചെയ്യുന്നത്, അതിനൊരു പിന്നെ ചുവപ്പ് എന്നുള്ള കളർ കൊടുക്കും. നമ്മുടെ ഒന്ന് നോക്കൂ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു 8 ഏരിയകളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ആ വെളിച്ചമാണ് ഇപ്പൊ ഈ പറഞ്ഞ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അത് വയലറ്റ് മുതൽ ചുവപ്പ് വരെയുള്ള ഒരൊറ്റ ലെയറിലുള്ള സംഭവങ്ങൾ മാത്രമാണ്. ഇനി നിറങ്ങളെ വേർതിരിക്കുന്നത് അതിന്റെ ഒരു തരംഗദൈർഘ്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മളെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ അതിന്റെ കുറച്ച് പ്രാക്ടിക്കലിലേക്ക് പോകും. ഇപ്പൊ കണ്ണുകളിലെ പിന്നെ ക്യാമറ, അതിന്റെ ആ പ്രോസസ്സൊക്കെ ശരി
വളരെ വിശദമായിട്ട് വിവരിച്ചു. ഇനി ആ റോഡും കോണും ഇതല്ലാത്തയും കുറെ സംവിധാനങ്ങൾ ഉണ്ട്. എന്നാലും കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് റോഡുകൾ കോണുകളായിട്ട് തിരിക്കുമ്പോൾ റോഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആക്റ്റീവ് ആവുന്നത് രാത്രിയിൽ മങ്ങിയ വെളിച്ചത്തിൽ ഇരുട്ടിലൊക്കെയാണ്. അതേസമയത്ത് കോണുകൾ ആക്റ്റീവ് ആവുന്നത് പകൽ വെളിച്ചത്തിലാണ്. വെളിച്ചവും ഇരുട്ടും മാത്രം തിരിച്ചറിയുകയാണ് എന്ത് ചെയ്യുന്നത് റോഡുകളുടെ ധർമ്മം. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പിക്ചർ തരികയാണ് ചെയ്യുന്നത്. പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചയും നിറങ്ങളുമാണ് കോണ് തരുന്നത്. അപ്പൊ റോഡിന് എന്ത് ചെയ്യാം, നിറങ്ങൾ കാണാൻ കഴിവില്ല. അതേ സമയത്ത് കോണിലേക്ക് വരുമ്പോൾ നിറങ്ങൾ കാണാൻ കഴിയുന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ കണ്ണിലെ ഈ പറയുന്ന RGB എന്ന് പറയുന്ന പനിച്ചു എന്ന് പറയുന്ന ഈ 3 കളറുകൾ ഈ പറയുന്ന രീതിയിൽ 3ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സത്യത്തില് മഞ്ഞ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാണുന്നത് എന്താണ് അറിയോ? ചുവപ്പും പച്ചയും ചേരുമ്പോൾ മഞ്ഞാവും. അതാണ് ശരിക്കും മഞ്ഞ. മഞ്ഞ നമ്മളുടെ വസ്തു എന്ന് പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്ത് കഴിഞ്ഞാല് ഈ പിന്നെ ചുവപ്പും പച്ചയും എന്ത് ചെയ്യുന്നു, അവിടുത്തെ കോൺകോശങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് മഞ്ഞയായിട്ട് വ്യാഖ്യാനിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഒരു മഞ്ഞ സംഭവം കാണുന്നു. ആ കാണുന്ന സംഗതി പിന്നെ കണ്ണിലെത്തുന്ന സമയത്ത് അവിടെ അത് ചുവപ്പും പച്ചയച്ച് ബ്ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. അത് മഞ്ഞയായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മഞ്ഞ വസ്തു കാണുമ്പോൾ നമ്മുടെ കണ്ണിലെ പച്ചയും കോണുകൾ ഒരേ സമയം ഉത്തേജിപ്പിക്കുന്നു. മസ്തിഷ്കം അവ വിവരങ്ങൾ കണക്കുകൂട്ടി മഞ്ഞ എന്ന് പറയുന്നു. ഇതിപ്പോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ LED വാളിൽ നിങ്ങൾ മഞ്ഞ കാണുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് ചെന്ന് സൂക്ഷ്മമായിട്ട് പോയി നോക്കിയാൽ കാണാം അവിടെ മഞ്ഞല്ല കത്തുന്നത്, പകരം മിക്സ് ആയിട്ട് പച്ചയും ചുവപ്പാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അത് നമുക്ക് മിക്സ് ആയി തോന്നുമ്പോൾ മഞ്ഞയായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു A എന്ന് ചാറ്റ് ചെയ്യാം. ജസ്റ്റ് A എന്നുള്ള ലെറ്റർ ചാറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ A എന്ന് ലെറ്റർ ചാറ്റ് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോവാം. യെസ്, സന്തോഷം. ഇതാ ഇവിടെ നോക്കൂ, ഈ മഞ്ഞ കാണുന്ന സത്യത്തില് പച്ചയും കളറുകളുടെ ഒരു മിശ്രിതമാണ് ഇവിടെ വരുന്നത്. അപ്പോ പിന്നെ ഒരേ പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുന്നു, ഫിസിക്സിൽ തരംഗം വേവ്സ് എന്നൊക്കെ അതിന് പറയുമ്പോൾ ജീവശാസ്ത്രത്തിൽ അതിനെ പിന്നെ ഈ പറയുന്ന സിഗ്നലിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂറോണുകൾ അതിനെന്ത് ചെയ്യുന്നു, ഒരു നിറമാക്കി നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരേ പ്രോസസ്സ് തന്നെ ശരീരത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളിൽ ചേരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, നിറം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്നത്. അപ്പൊ നിറം എന്ന പ്രക്രിയ പുറത്തുള്ള തരംഗങ്ങൾ ഉള്ളിലുള്ള വർണ്ണങ്ങൾ വസ്തുക്കൾ തരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, കണ്ണുകൾ അവയെ വൈദ്യുത സിഗ്നലുകളാക്കുന്നു, മസ്തിഷ്കം ആ സിഗ്നലുകൾക്ക് നിറം നൽകുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മളൊരു കളർ കാണുക എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ മസ്തിഷ്കം സത്യത്തിൽ എന്താണ്, ഒരു കലാകാരനാണ് അല്ലെ, ഒരു ആർട്ടിസ്റ്റാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിശ്വപ്രപഞ്ചത്തെ എത്ര സുന്ദരമായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അതൊന്നും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. യെസ്, ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പോകാം. യെസ്, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കളറിന്റെ അത്ഭുതങ്ങളിലേക്ക് കടക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ B എന്ന് ചാറ്റ് ചെയ്യാം. യെസ്, ഓക്കെ. ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രിന്ററിലെ കളറുകളും മറ്റ് കളറും തമ്മിലുള്ള ഒരു ഇത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും പറഞ്ഞു നോക്കുകയാണ്. സത്യത്തില് പ്രധാന വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ചയും ചുവപ്പും നീലയാണ്. ക്ലിയർ ആയല്ലോ? പക്ഷെ ഈ പച്ചയും ചുവപ്പും നീലയും മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ചുവപ്പും പച്ചയും ചേരുന്ന ഭാഗത്ത് മഞ്ഞ കാണാം. അതായത് ആ രണ്ട് കളറും ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ചുവപ്പും നീലയും ചേർന്ന സ്ഥലത്തൊരു കളർ കാണാം. ഈ കളർ ഒന്ന് പറയാൻ പറ്റും ആരെങ്കിലും? ഈ കളർ ഒന്ന് പറയോ, ചാറ്റ് ചെയ്യൂ. മജന്തയാണ് ശരിക്കും, പിങ്ക് അല്ല. മജന്ത എന്നുള്ള കളറാണ് അതിന് പറയാ, ഫൗസിയ. ഇതൊന്ന് പറയാൻ പറ്റുമോ? ഈ കളർ പച്ചയും നീലയും ചേരുന്ന സമയത്തുള്ള കളർ, ഈ കളർ ആർക്കും പറയാൻ പറ്റും? യെസ്, സിയാൻ ആണ് കളർ. സാർ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പേരാണായിരിക്കും അല്ലെ ഈ മജന്ത.
എന്നൊക്കെ കാരണം പ്രിന്ററിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയിക്കണമെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോവാം. SIYAN അല്ല, റസല് SYAN ആണ്, സി ആണ് സ്റ്റാർട്ടിങ്. യെസ്. അപ്പൊ ഇനി ഇതിന് എന്ന് പറയുന്നത് എന്ത്, നേരത്തെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ വ്യവകലന വർണ്ണങ്ങൾ എന്നാണ് അതിന് പറയാ. അതായത് സബ്സ്ട്രാക്റ്റീവ് കളേഴ്സും അതുപോലെ തന്നെ അഡിറ്റീവ് കളേഴ്സും, ഈ രണ്ട് കളേഴ്സും എന്താ ഒരർത്ഥത്തില് 3 പ്രാഥമിക വർണ്ണങ്ങളും വേണമെങ്കിൽ പറയാം. അത് ഒന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പച്ച, ചുവപ്പ്, നീല ആയിട്ട് നമ്മൾ കാണുന്നത്. അതിന് പറയുന്ന പേരാണ് അഡിറ്റീവ് കളേഴ്സ്, സങ്കലന വർണ്ണങ്ങൾ എന്നുള്ളതാണ് അതിന് പറയാം. മറ്റ് ഒരു 3 ഉണ്ട്, അതാണ് പ്രിന്ററിൽ യൂസ് ചെയ്യുന്ന 3 കളർ. അതിന് പറയുന്ന പേര് വ്യവകലന വർണ്ണങ്ങൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റീവ് കളേഴ്സ് എന്നാണ് പറയാ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാലോ? അടുത്തിലേക്ക് പോവാം, അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ സബ്സ്ട്രാക്റ്റീവ് കളറുകൾ ചേരുമ്പോ എന്തായി, പനിച്ചു കിട്ടും. ശ്രദ്ധിച്ചോ? ഈ സിയാനും മഞ്ഞും ചേരുമ്പോ ചുവപ്പ് കിട്ടി. സോറി, മജന്തയും മജന്ത അല്ലേ, മജന്തയും മഞ്ഞയും ചെയ്യുമ്പോ ചുവപ്പ് കിട്ടി. സിയാനും മജന്തയും ചേർന്നപ്പോ നീല കിട്ടി. മഞ്ഞയും സിയാനും ചേർന്നപ്പോ പച്ച കിട്ടി. ക്ലിയർ ആയോ? ഇതെല്ലാം ചേർന്നപ്പോ ഇവിടെ ബ്ലാക്ക് ആയപ്പോ ഇവിടെ ഡാർക്ക് ആണ് കിട്ടിയത്. ക്ലിയർ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സി എന്ന് ചാറ്റ് ചെയ്യാം, എങ്കിൽ അടുത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ കളർ മിക്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ പച്ചയും ചുവപ്പും ലൈറ്റ് ഒരുമിച്ച് വരുമ്പോ മഞ്ഞയാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ നിങ്ങൾ പച്ചയും ചുവപ്പും കളർ പെയിന്റ് മിക്സ് ചെയ്താൽ ഏത് കളർ കിട്ടും? ഒന്ന് ചാറ്റ് ചെയ്യാം. പച്ചയും ചുവപ്പും ലൈറ്റ് ആയ മഞ്ഞ കിട്ടും. മഞ്ഞ കിട്ടുമെന്നുള്ളവര് എസ് ടൈപ്പ് ചെയ്യുക, മഞ്ഞ കിട്ടില്ല എന്നുള്ളവർ നോ ടൈപ്പ് ചെയ്യാൻ, അങ്ങനെ മതി. മഞ്ഞ കിട്ടുമോ? മഞ്ഞ കിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല? അവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല? ഓക്കെ, ഈ പച്ചയും ചുവപ്പും ലൈറ്റ് ചേരുമ്പോ മഞ്ഞ കിട്ടുന്നു. പക്ഷെ പച്ചയും ചുവപ്പും പെയിന്റ് ചേരുമ്പോ മഞ്ഞ കിട്ടൂല, ഒരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് കിട്ടുക. എന്തുകൊണ്ട് അത് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഒരു പറഞ്ഞിരുന്നില്ല, ആപ്പിള് കണ്ടപ്പോ സത്യത്തിൽ ആപ്പിളിന്റെ ചുവപ്പ് ആപ്പിളിന്റെ ചുവപ്പ് മാത്രം റിഫ്ലക്ട് ചെയ്തിട്ട് അതിന്റെ മറ്റു കളറുകൾ ഒഴിവാക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾക്ക് വിചാരിക്കും ശരിക്കും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തോന്നും. സത്യത്തിൽ ഇനി ഈ പറയുന്ന ഒരു കാര്യം, ആപ്പിളിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ റെഡ് കാണുന്ന സമയത്ത് സത്യത്തിൽ നടക്കുന്നത് എന്താണ്? ബ്ലൂവും ഗ്രീനും അബ്സോർബ് ചെയ്യുന്നു. അതിന് നമ്മൾ തൽക്കാലം അവിടെ പിടിച്ചു വെക്കുന്നു മലയാളത്തിൽ പറയാം. മറ്റേത് വിട്ടുകൊടുക്കുന്നു, ഇതവിടെ പിടിച്ചു വെക്കുന്നു. ക്ലിയർ ആയോ? അതായത് നമ്മൾ ആപ്പിൾ കാണുമ്പോൾ റെഡ് കാണുന്നതിന്റെ കാരണം അവിടെ പച്ചയും ചുവപ്പും പിടിച്ചു വെക്കുന്നു. ഓക്കെ, അപ്പോ ആ പിടിച്ചു വെച്ച സാധനം എന്തായി? സത്യത്തില് പച്ചയും ചുവപ്പും എന്താണ് ശരിക്ക്? നമ്മൾ നേരത്തെ കണ്ടു, പച്ചയും ചുവപ്പും എന്താണ്? പച്ചയും ചുവപ്പും ചേർന്ന് എന്താവും? ചാറ്റി, പച്ചയും സോറി നീലയും പച്ചയാട്ടോ, പച്ചയും ചുവപ്പും അല്ല. ചുവപ്പ് വിട്ട് കഴിഞ്ഞു, നീലയും പച്ചയാണ് പിടിച്ചു വെക്കുന്നത്. അപ്പൊ നീലയും പച്ചയും ചേർന്ന് ഏത് കളർ കിട്ടും? നീലയും പച്ചയും സിയാൻ. യെസ്, നീലയും പച്ചയും ചേരുമ്പോ സിയാൻ കിട്ടും. അപ്പൊ സത്യത്തിൽ എന്താണ് നടന്നത്? അതാ വസ്തുവിന്റെ പ്രത്യേകതയാണ്, സിയാനാണ് കിട്ടുന്നത്. ഇപ്പൊ സത്യത്തിൽ എന്താ നടക്കുന്നത്? സിയാന് മൂപ്പര് പിടിച്ചു വെച്ചു, റെഡ് വിട്ടുകൊടുത്തു എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി പറയാം. അപ്പോ പിടിച്ചു വെച്ച കളർ സിയാനും വിട്ടുകൊടുത്ത കളർ റെഡും അല്ലേ? ഓക്കെ, അടുത്തിലേക്ക് പോവാം. ഇതേ പ്രോസസ്സ് നമ്മൾ ഇനി ഇലയിലേക്ക് വന്നു കഴിഞ്ഞാല് അവിടെ ഗ്രീൻ വിട്ടുകൊടുക്കുന്നു, പിന്നെ നീലയും ചുവപ്പും പിടിച്ചു വെക്കുന്നു. ക്ലിയർ ആയോ? അവിടെ ഗ്രീൻ വിട്ടുകൊടുക്കുന്നു, നീലയും ചുവപ്പും പിടിച്ചു. നീലയും ചുവപ്പും പിടിച്ചു വെച്ചാൽ സത്യത്തിൽ എന്താ സംഭവിക്കുക? ഏത് കളർ കിട്ടും? മജന്ത കിട്ടും. യെസ്, നീലയും ചുവപ്പും പിടിച്ചു വെച്ചാല് മജന്ത കിട്ടും. അപ്പോ ആപ്പിള് പിടിച്ചു വെച്ച, അല്ലെങ്കിൽ ആപ്പിള് എന്ന് പറയുന്ന റെഡ് പിടിച്ചു വെച്ച കളറ് സിയാനും
എന്താണ് ഇല അല്ലെങ്കിൽ പച്ച പിടിച്ചു വെച്ച കളറ് മജന്തയാണ്. ക്ലിയർ ആയോ? അപ്പോ ഈ പറയുന്ന രണ്ട് കളർ മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് മജന്തയും സിയാനും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞിരുന്നു, അതൊന്ന് പറയാൻ പറ്റുമോ? മജന്തയും സിയാനും മിക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മജന്തയും സിയാൻ മജന്തയും സിയാനും മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മജന്തയും സിയാനും മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു പ്രൈമറി വർണ്ണം കിട്ടും. മജന്തയും സിയാനും മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടതാണ്, നമ്മൾ ഒന്നുകൂടി നോക്കാതെ. ഇതാ, മജന്തയും സിയാനും മിക്സ് ചെയ്തു, നീല കിട്ടി. ഓക്കെ, മജന്തയും സിയാനും മിക്സ് ചെയ്തപ്പോ നീല കിട്ടി. അപ്പൊ നീല എന്ന് പറയുന്ന സാധനം പ്രിന്ററിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മജന്തയും സിയാനും അതിൽ ഉണ്ടാവണം. ഇത്രേ ആകെ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ പിടിച്ചു വെച്ചത് നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞെങ്കിൽ സത്യത്തില് ഈ ഒരു പെയിന്റിന്റെ ഉള്ളിൽ എന്താണ്? പച്ച പെയിന്റിന്റെ അകത്ത് പിടിച്ചു വെച്ച സാധനം എന്താണ്? പച്ച പെയിന്റിന്റെ അകത്ത് പിടിച്ചു വെച്ചത് സത്യത്തില് നീലയും ചുവപ്പുമാണ്. മനസ്സിലായോ? നീലയും ചുവപ്പുമാണ് സത്യത്തിൽ പച്ച ഇതിന്റെ അകത്ത് പിടിച്ചു വെച്ചത്. നീലയും ചുവപ്പ് എന്ന് പറയുന്നത് മജന്തയാണ്. അപ്പൊ മജന്തയാണ് സത്യത്തില് ആ പിന്നെ കളറിൽ ഉള്ളത്. അപ്പൊ ആ കളറാണ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി കളർ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് ഏത് കളറും ഉണ്ടാക്കാം. ഇപ്പൊ ക്ലിയർ ആയോ? ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കളർ കൂടി ഏക്കും വരാം. ഇതാ, ഇവിടെ നോക്ക്. ഇങ്ങനെ എല്ലാം പിടിച്ചു വെച്ച കളർമാരുടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കറുപ്പാണ് കിട്ടുക. അതുകൊണ്ടാണ് പെയിന്റുകൾ പച്ചും ചുവപ്പും നീലയും കൂടി കൂട്ടി ചേർത്താൽ കറുപ്പ് കിട്ടാൻ കാരണം അതാണ്. ഇവിടെ നോക്കുക, ഇത് മജന്ത, ഇത് യെല്ലോ. ഈ മജന്ത യെല്ലോ വരുന്ന സമയത്ത് മജന്തയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്രീൻ ആണ് പിടിച്ചു വെക്കുന്നത്, ചുവപ്പും നീലയാണ് പുറത്തു വിടുന്നത്. അവസാനം നമുക്ക് ഇൻഷോർട്ടായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം, യെല്ലോയും സിയാനും ചേർന്ന് കഴിഞ്ഞാൽ പച്ച കിട്ടും. അപ്പൊ ഇതാണ് പെയിന്റിൽ ഉപയോഗിക്കുന്ന സൂത്രവാക്യം. ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് പരീക്ഷ നോക്കാവുന്നതാണ്. ഈ യെല്ലോയും സിയാനും മിക്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പച്ച കിട്ടും. അല്ലാതെ പച്ച കിട്ടാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് പ്രിന്ററിൽ പച്ച വേണമെങ്കിൽ സിയാനും യെല്ലോയും മിക്സ് ചെയ്യാനല്ലേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നീല കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സിയാനും മജന്തയും തമ്മിൽ മിക്സ് ചെയ്യണം. ക്ലിയർ ആയോ? ഇതാണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. ഇത് എത്രത്തോളം ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ പ്രിന്റർക്ക് നോക്കാം. ബ്ലാക്കിന് വേണ്ടി ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലാക്ക് എന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം കൂട്ടിച്ചേർന്നപ്പോഴും കറക്റ്റ് ബ്ലാക്ക് കിട്ടൂല. ഒരു പിന്നെ ചാര പോലുള്ള ഒരു കളറെ കിട്ടുള്ളൂ. അപ്പൊ ബ്ലാക്കിന് വേറെ തന്നെ മഷി യൂസ് ചെയ്യാണ്. മാത്രമല്ല ബ്ലാക്ക് ആണല്ലോ പ്രിന്ററിൽ കൂടുതൽ ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ചെയ്യുന്നു. ഇവിടെ ഈ പറയുന്ന മൂന്ന് കളറും സെപ്പറേറ്റ് മഷികളായിട്ട് വരുന്നു. ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്കൊരു ബഹുവർണ്ണ ചിത്രം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് ഫുൾ ക്ലിയർ ആയിട്ട് 5 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനേക്കാളും കുറച്ച് കുറവാണ് ക്ലിയർ ആയതെങ്കിൽ 4 3 2 1 ഇവിടെ ടൈപ്പ് ചെയ്യാം. 1 വരെ ടൈപ്പ് ചെയ്യാം. ഒന്നും ക്ലിയർ ആയില്ലെങ്കിൽ 0 ടൈപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ഓൺലൈനിൽ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് അത് ജസ്റ്റ് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. ബാക്കി നിങ്ങളുടെ മുൻ വിവരങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അതിനെ അളക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുക, നമ്പർ എടുത്ത് ചാറ്റ് ചെയ്യാം. യെസ്, ഓക്കെ, 4 5 കാണുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം. ആ, ഇവിടെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ചുവപ്പ് എന്നുള്ളത്. അപ്പൊ ഈ ചുവപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൺലൈറ്റിൽ ചുവപ്പവിടെ തട്ടുമെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നു? ഈ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പിന്നെ ബാക്കിയുള്ള കളറുകൾ അബ്സോർബ് ചെയ്തിട്ട് ഈ കളർ മാത്രം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. യെസ്, ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കത് പ്രത്യേകം കാണാൻ കഴിയും. കണ്ണിലേക്ക് എത്തുന്ന സമയത്തും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ എസ് കോണ്, എം കോണ്, എൽ കോൺ എന്ന് പറയുന്ന 3 കളറുകൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സ് അനുസരിച്ചാണ്. അതായത് റോഡ് കോശങ്ങൾ ഡയനൈറ്റിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺ കോശങ്ങൾ നൽകുന്ന സിഗ്നൽ അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? തലച്ചോറിൽ അത് കളറുകളായിട്ട് കാണുന്നത്. ഓക്കെ, നമസ്കാരം.
നിറങ്ങളെന്ന് പറയുന്നത് വെറുമൊരു ഫിസിക്കൽ സംഗതിയല്ല, മറിച്ച് നമ്മുടെ തലച്ചോറ് തന്നെ സൃഷ്ടിക്കുന്ന വിസ്മയകരമായൊരു ഇല്യൂഷനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതാണ്. നിറങ്ങളുടെ ഈ അത്ഭുത ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, വളരെ ബേസിക്കായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിറങ്ങൾ ശരിക്കും ഒരു മായ മാത്രമാണോ? ഇനി അതല്ലെങ്കിൽ ചുവപ്പ് നിറം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു വലിയ രഹസ്യമാണല്ലേ. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് പ്രകാശത്തിന്റെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നാണ്. അതായത് ഒരു പ്രകാശകണം അഥവാ ഫോട്ടോൺ ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് ഒരു വസ്തുവിൽ വന്ന് പതിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ, നിറം എന്നത് ഒരു വസ്തുവിന്റെ സ്വന്തം ഗുണമല്ല, മറിച്ച് പ്രകാശത്തിലെ പ്രത്യേക തരംഗദൈർഘ്യങ്ങളോട് അഥവാ വേവ് ലെങ്സുകളോട് നമ്മുടെ കണ്ണുകൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയുടെ തോന്നൽ മാത്രമാണത്. നമ്മുടെ കണ്ണിലെ കോൺ കോശങ്ങൾ പ്രകാശത്തോട് പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് നിറങ്ങൾ അനുഭവപ്പെടുന്നത് എന്ന് ചുരുക്കം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാണുന്ന പ്രകാശത്തിന്റെ അഥവാ വിസിബിൾ സ്പെക്ട്രത്തിന്റെ പരിധി വളരെ വളരെ ചെറുതാണ് കേട്ടോ. പ്രപഞ്ചത്തിലെ അനന്തമായ തരംഗങ്ങളിൽ വെറും 390 മുതൽ 700 നാനോമീറ്റർ വരെ നീളമുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും, കാരണം ഇതിന് പുറത്തുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ വസ്തുക്കൾ പ്രകാശത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. ഗ്ലാസ് പോലെയുള്ള സുതാര്യമായ വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു, അതുകൊണ്ട് അവയ്ക്ക് നിറമില്ല. എന്നാൽ അധാര്യമായ, അതായത് ഒപ്പേക്കായ വസ്തുക്കൾ ചില വേവ് ലെങ്തുകളെ ആഗിരണം ചെയ്യുകയും ബാക്കിയുള്ളവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ആ പ്രതിഫലിച്ചു വരുന്ന പ്രകാശമാണ് നമ്മൾ നിറമായി കാണുന്നത്. ഇനി നമുക്ക് ജീവശാസ്ത്രപരമായ വശങ്ങളിലേക്ക് കടക്കാം. ഈ പ്രതിഫലിച്ചു വരുന്ന പ്രകാശം മനുഷ്യന്റെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നതും തലച്ചോർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ബയോളജി പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ശാസ്ത്രജ്ഞർ പടിപടിയായി ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. 1671 ഐസക് ന്യൂട്ടൺ പ്രകാശമാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തി. പിന്നീട് 1801 തോമസ് യങ്ങിന്റെ ട്രൈക്രോമാറ്റിക് തിയറിയും 1856 3 പ്രകാശങ്ങൾ സംയോജിപ്പിച്ച് ഏതു നിറവും ഉണ്ടാക്കാമെന്ന മാക്സ്വെല്ലിന്റെ കണ്ടെത്തലും ഈ പഠനങ്ങൾക്ക് അടിത്തറ പാകി. നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പ്രകാശത്തോട് പ്രതികരിക്കുന്ന പ്രധാനമായും 2 തരം കോശങ്ങളുണ്ട്. ചുറ്റുപാടിലെ വെളിച്ചത്തിനനുസരിച്ച് ഇവ തികച്ചും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത്. തിളക്കമുള്ള വെളിച്ചത്തിൽ നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് കോണുകളാണ്. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ നമ്മളെ സഹായിക്കുന്നത് റോഡുകളാണ്. പക്ഷേ അവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രത്യേകത. ശരി, നമുക്ക് ഈ കോൺ കോശങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ മനുഷ്യർ ട്രൈക്രോമാറ്റിക് ആണ്. അതായത് 3 വ്യത്യസ്ത കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളോട് പ്രതികരിക്കുന്ന ഈ കോശങ്ങൾ തലച്ചോറിലേക്ക് നൽകുന്ന സന്ദേശങ്ങൾ വഴിയാണ് നമ്മൾ ഏകദേശം 1 കോടിയിലധികം വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയുന്നത്. എന്നാൽ ഇതൊന്ന് കേട്ടു നോക്കൂ. കടലിലെ മാൻഡിസ് ഷ്രിംപ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. അതിന് എത്ര തരം കോൺ കോശങ്ങളുണ്ടെന്നോ? കൃത്യം 12. അതെ, 12 തരം കോണുകൾ. മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും ആകാത്തത്ര വിപുലമായൊരു വർണ്ണലോകമാണ് അവ അനുഭവിച്ചറിയുന്നത്. അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചില മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ചില സ്ത്രീകൾക്ക് കണ്ണിനുള്ളിൽ 4 തരം കോൺ കോശങ്ങളുണ്ടാകും. അവരെ ടെട്രാക്രോമാറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് ഏകദേശം 10 കോടിയോളം നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര അവിശ്വസനീയമാണത്. ഇനി മറുവശത്ത് നോക്കിയാൽ ഈ കോൺ കോശങ്ങളുടെ അഭാവമോ തകരാറുകളോ ആണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരവസ്ഥയാണ് സിനസ്തേഷ്യ. തലച്ചോറിലെ ഞരമ്പുകൾ തമ്മിൽ ക്രോസ് വയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇതുള്ളവർക്ക് ചിലപ്പോഴൊരു ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമ്പർ വായിക്കുമ്പോഴോ ഒക്കെ നിറങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ജീവശാസ്ത്രപരമായ ഈ സങ്കീർണ പ്രക്രിയയെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മനുഷ്യൻ എങ്ങനെയാണ് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഇനി നമുക്ക് നോക്കാം. ഇതൊരു മികച്ച ഉദാഹരണമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അഡിറ്റീവ് അഥവാ RGB രീതി ഉപയോഗിച്ച് പ്രകാശങ്ങളെ കൂട്ടിച്ചേർത്ത് വെളുപ്പ് നിറമുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പ്രിന്റർ സബ്ട്രാക്റ്റീവ് രീതി ഉപയോഗിച്ച് CMYK മഷി കലർത്തി പ്രകാശത്തെ വലിച്ചെടുത്ത് കറുപ്പ് നിറമുണ്ടാക്കുന്നു. രണ്ടും 2 വ്യത്യസ്ത രീതികളാണ്. ഒടുവിൽ ഈ പ്രകാശഗണത്തിന്റെ യാത്ര നമ്മുടെ തലച്ചോറിലാണ് അവസാനിക്കുന്നത്. തലച്ചോർ ഈ സിഗ്നലുകളെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും അതിലൂടെ ഉണ്ടാകുന്ന മനഃശാസ്ത്രപരവും സാംസ്കാരികവുമായ സ്വാധീനങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രമെടുത്തു നോക്കിയാൽ ഇത്തരം സംവേദനങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. BC 550 ജീവിച്ചിരുന്ന പ്രശസ്ത തത്വചിന്തകനായ പൈത്തഗോറസിന് ഈ പറഞ്ഞ സിനസ്തേഷ്യ എന്ന അവസ്ഥയുണ്ടായിരുന്നു.
സംഗീതസ്വരങ്ങളും നിറങ്ങളും തമ്മിലുള്ള ബന്ധം ഗണിതശാസ്ത്രപരമായി കണ്ടെത്താനാണ് അദ്ദേഹം അന്ന് ശ്രമിച്ചത്. അതെത്ര വലിയൊരു ചിന്തയായിരുന്നു എന്ന് നോക്കൂ. നിറങ്ങൾ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് ആധുനിക പഠനങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ചുവപ്പ് നിറം പുരുഷന്മാരിൽ ചിന്താശേഷി അല്പം കുറയ്ക്കുന്നുവെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് തിളക്കമുള്ള നിറങ്ങൾ നമ്മുടെ ഓർമ്മശക്തി കൂട്ടുകയും നിറങ്ങളുള്ള കാര്യങ്ങൾ കൂടുതൽ കാലം നമ്മുടെ മനസ്സിൽ നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊരു പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. പ്രശസ്തമായ പല ഫാസ്റ്റ് ഫുഡ് ലോഗോകളിലും നിങ്ങൾ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ഒരുമിച്ച് കാണാറില്ലേ? അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? ആ പ്രത്യേക നിറങ്ങളുടെ കോമ്പിനേഷൻ യഥാർത്ഥത്തിൽ നമ്മളിൽ വിശപ്പുണ്ടാക്കുകയും നമ്മളെ ഭക്ഷണം വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് മാർക്കറ്റിംഗിലെ കളർ സൈക്കോളജി. അപ്പോൾ ഈ എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുകയാണ്. നിറമെന്നത് തലച്ചോർ വ്യാഖ്യാനിക്കുന്ന വെറുമൊരു തരംഗദൈർഘ്യം മാത്രമാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് തന്നെ സൃഷ്ടിക്കുന്ന വെറുമൊരു മായയാണ്? പുറത്തുള്ള ഈ വർണ്ണാഭമായ ലോകം യഥാർത്ഥത്തിൽ അവിടെയുണ്ടോ, അതോ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ വരച്ചുവെച്ച മനോഹരമായൊരു ചിത്രം മാത്രമാണോ അത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു AI വീഡിയോ എക്സ്പ്ലെയിനറിലൂടെ നിങ്ങൾക്ക് ഇപ്പോ വരച്ച് കാണിച്ചു തന്നു. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആകാവുന്നതാണ്. നമ്മുടെ പ്രസന്റേഷൻ ടൈം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ഡിസ്കഷൻ ടൈമാണ്. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. നമുക്ക് ഇതില് ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു വിഷയമുള്ളത്, ഇപ്പൊ പല സന്ദർഭത്തിൽ പല കളറുകൾ അബ്സോർബ് ചെയ്യുന്നു എന്ന് വിശദീകരിച്ചു. ഇപ്പൊ ആപ്പിളില് റെഡ് അല്ലാത്ത മറ്റു കളർ അബ്സോർബ് ചെയ്യുന്നു, അതുപോലെ ഇലയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ. ആക്ച്വലി ഇതിന്റെ റീസൺ എന്താണ്? ഇത് അള്ളാഹുവിന്റെ തീരുമാനം എന്നതിനേക്ക് അപ്പുറത്തേക്ക് വേറെ വല്ല ഒരു ഇപ്പോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ചില സമയത്ത് ചില അല്ല, ഇതില് ചില സമയത്തല്ല. അതായത് ഓരോ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് ഇലകൾക്ക് പച്ചനിറം നൽകുന്നത്. അതുപോലെ തന്നെ ആപ്പിളിന് ചുവപ്പ് നൽകാൻ മറ്റൊരു രാസവസ്തു ഉണ്ടാവും. അപ്പൊ ഈ ഒരു രാസവസ്തു ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അതിനാ നിറം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു പ്രത്യേകത രൂപപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓരോ സമയത്ത് ഒന്നല്ല, ഓരോന്നിനും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ് അനുസരിച്ച് വ്യത്യാസം വരുന്നത് വ്യത്യാസം വരുന്നു അത്രേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇപ്പൊ ഒരു സുപ്രാത്തിൽ മാറുന്നില്ല. അവിടെ എന്താണ് ഇപ്പോ ഇലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പച്ചുള്ള സമയത്ത് അത് പച്ച കളർ കാണുന്നു, പിന്നെ ഇത് പഴുക്കുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന ഇതല്ല. അപ്പോ അവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു രാസവസ്തുവിന്റെ പ്രവർത്തനം കാരണമാണ് മഞ്ഞ കാണുന്നത്. അതിനുശേഷം അത് ബ്ലാക്കിലേക്ക് മാറുമ്പോൾ അവിടെ വീണ്ടും പ്രോസസ്സ് മാറ്റം വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ ഓപ്പണായി ചോദിക്കാം. ഞാൻ ഈ വിഷയത്തില് എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല. നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. നമുക്ക് അറിവ് എന്ന് പറയുന്നത് ചർച്ച ചെയ്യുമ്പോഴും കൊളാബ് ചെയ്യുമ്പോഴും ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴും പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളും മറ്റു ചോദ്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളുടെ അറിവിനെ വളർത്തി വരുന്നത്. അല്ലാതെ എല്ലാവരും എല്ലാത്തിലും എക്സ്പെർട്ട് ആയതുകൊണ്ടല്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും. ചിലപ്പോ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നേരിട്ട് നേരെ പറയാൻ പറ്റും. അതല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, अस्सलाम वालेकुम। हेलो, കേൾക്കാവോ? കേൾക്കാം. ഇത് ഓപ്പൺ ഓക്കെ. വേദിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ. ആരും പൂർണ്ണമായിട്ടുള്ള എല്ലാ നോളജുമായിട്ട് അല്ല ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത്. യെസ്, ഇൻഷാ അല്ലാ. ഇപ്പം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോലെ AI യുടെ ഇതിൽ പറഞ്ഞത് ഒരു
പ്രപഞ്ചത്തിൽ ശരിക്കും യഥാർത്ഥത്തിൽ കളറുകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. മായയാണോ അതല്ല വെറും ബ്രെയിനിന്റെ വെറും പിന്നെ തോന്നലുകളാണോ എന്നുള്ളത്. പക്ഷെ അള്ളാഹു താല ഖുർആനിലെ അൽവാനുകളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. നിങ്ങളെ പിന്നെ പല നിറങ്ങളായി സൃഷ്ടിച്ചതും ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതുപോലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്നും. അങ്ങനെയാണെങ്കിൽ അപ്പം ഈ ആ നിറങ്ങളെ പറ്റി പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണോ പറയുന്നതല്ല യഥാർത്ഥ നിറങ്ങൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണോ ഖുർആന്റെ നിറങ്ങൾ പ്രതിപാദ്യം? ഉണ്ടല്ലോ, അത് നിറങ്ങളില്ല എന്നല്ല പറഞ്ഞത്. നിറങ്ങളിൽ കാണുന്ന വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ, ആ റേഞ്ചിന്റെ ഒരു വ്യത്യാസം അത് പലരിലും പല രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. നിറങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സൂര്യപ്രകാശത്തിൽ ആ 7 വർണ്ണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇവിടെ എക്സ്പ്ലെയിനിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നിറം എന്ന് പറയുന്ന ഒരു സാധനം പലർക്കും പല രീതിയിലാണ് തോന്നുന്നത്. അത് പക്ഷെ നിറം എന്ന് പറയുന്ന റിയാലിറ്റി അവിടെ ഉണ്ട് താനും. ഇപ്പൊ ഞാൻ ആ ആ കാണുന്ന പച്ച പോലും അല്ല നിങ്ങൾ കാണുന്ന പച്ച. പക്ഷെ നിങ്ങൾ അതൊരു പച്ച മനസ്സിലായോ? എന്ന് പറയാൻ കാരണം നിങ്ങൾ ആദ്യമേ പച്ച എന്ന് പഠിപ്പിച്ചത് അതായത് കാരണമാണ്. അതിൽ പോലും നിങ്ങളുടെ ഈ കോശങ്ങൾ ഇതിൽ കൊടുക്കുന്ന സിഗ്നലുകളുടെ വേരിയേഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സായി ജസ്റ്റ് പറയാൻ പറ്റുമോ? എനിക്ക് 64. 64. ഓക്കെ, 64 ആയി. ഒരു 46-ൽ നിങ്ങൾക്ക് പിന്നെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കളറുകൾ അത്രയും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവില്ല. മനസ്സിലായോ? ഞാനിപ്പോ കളർ ബ്ലൈൻഡ്നെസ് അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ്. ഒരു ചെറിയ നിങ്ങൾക്ക് കുട്ടിക്ക് അതിലേറെ കളറുകൾ കാണാൻ കഴിയായിരിക്കും. നിങ്ങൾ ചെറിയ കുട്ടികൾ ആ, കണ്ടിട്ടില്ലേ, നിലത്തൊക്കെ എഞ്ഞി നടന്നിട്ട് ഏറ്റവും ചെറിയ പൊട്ടൊക്കെ എടുത്തു കൊണ്ടിരുന്ന കണ്ടിട്ടില്ലേ? കാരണം അവർക്ക് അതുപോലെ ഉം. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരതൊക്കെ നമുക്ക് നോക്കുമ്പോൾ മൊത്തം ഒന്നായിട്ട് കാണുക. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാ, അതിലെ ചെറിയ മൈന്യൂട്ട് കളറുകൾ. ഇപ്പൊ ഇന്നലെ റീല് കണ്ട്, അപ്പോഴത് പെട്ടെന്ന് ഓർമ്മ വന്ന്. അപ്പൊ ഒരു സ്ക്രൂ എന്തോ ചെറിയ സാധനം അങ്ങനെ മുറുക്കുന്നതിനിടയിൽ നിലത്ത് വീണ്. എത്ര തന്നെ കാണുന്നില്ല. അവസാനം പിന്നെ വീട്ടിലത്തെ ചെറിയ കുട്ടിനെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയപ്പോ കുട്ടി പെട്ടെന്ന് എന്ത് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്. ഉം. തമാശയിലൂടെ നിങ്ങൾ ആരെങ്കിലും അതെ അതെ. കണ്ടിരിക്കുന്ന അറിയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കണ്ടുവന്ന് ചാറ്റ് ചെയ്യും. അപ്പൊ തമാശയിലൂടെ പറഞ്ഞതാണെങ്കിലും സത്യത്തിൽ അതിലൊരു റിയാലിറ്റി ഉണ്ട്. ആ കുട്ടിക്ക് അതിന്റെ മാക്സിമം കപ്പാസിറ്റി ഉണ്ടാവും കളർ തിരിച്ചറിയാനുള്ള. നമ്മൾ പ്രായം അനുസരിച്ച് അതിന്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ത്രീകളുടെ കളറ് പിന്നെ തിരിച്ചറിയാനുള്ള കഴിവിന്റെ ആധിക്യം പുരുഷന്മാരെ അപേക്ഷയുള്ള ആധിക്യം വളരെ അനുഭവം ഉള്ള സത്യാവസ്ഥ കാര്യമാണ്. ആണല്ലേ? ആരിഫ പറഞ്ഞ കണ്ടിട്ടുണ്ട് റീലെന്ന്. യെസ് യെസ്. ആ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്പൺ ആയി ചോദിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ആർക്കും ചോദിക്കട്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതില് പിന്നെ വേറെ ആരും ഇവിടെ തയഞ്ഞിരിക്കുന്നവരാരുമായിട്ടില്ല. നമ്മളൊരു ഓപ്പൺ വേദിയാണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ പൊട്ട ചോദ്യങ്ങൾ ചില കൂടി വെൽക്കം ചെയ്യാണ്. ഇപ്പൊ ഈ ചില കളർ സ്ത്രീകളിലെ ബ്ലൈൻഡ്നെസ് സോറി പറഞ്ഞോളൂ. പറയും. ചില സ്ത്രീകളിൽ 4 ടൈപ്പ് റോഡ് കോശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ കണ്ണില്. അത് കാരണം അവർക്ക് ലക്ഷക്കണക്കിന് നിറങ്ങള് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. ഈ ലക്ഷക്കണക്കിന് നിറങ്ങള് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സെക്കൻഡറി കളേഴ്സിലെ അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഈ പറ്റും. പ്രിന്ററിൽ? ആ ആ ആ, ഏത് ഇതിന്റെയൊക്കെ വേരിയേഷൻ മാറ്റി കഴിഞ്ഞാൽ പുതിയ പുതിയ കളറുകൾ കിട്ടുമല്ലോ. ഇതിന്റെ ഏത് കളറും നമുക്ക് ഉണ്ടാക്കാം. ഇതിന്റെയൊക്കെ വേരിയേഷനിൽ ചെറിയ ചെറിയ മിക്സിങ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലെയിനർ ഒരു ആക്ടിവിറ്റി സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകാതിരുന്നത്. ഈ കാരണം പ്രിന്ററിൽ ഇത് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എയിൽ തന്നെ ഒരു സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്ലാസ്സിന്റെ ഒരു പാർട്ടിൽ കാണിക്കാം. ഇപ്പൊ കുറെ ആളുകൾ ലെഫ്റ്റ് ആയത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇപ്പൊ പോകാത്തത്. കാരണം നമ്മുടെ അപ്പൊ സമയം വേണമെങ്കിൽ 10:30 കഴിഞ്ഞു. അപ്പൊ വേണമെങ്കിൽ അത് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഈ ഈ വ്യത്യസ്ത കളറുകൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് ഈ വ്യത്യസ്ത കളറുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ആ, പറയും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആണല്ലേ? എത്രയാണെന്ന് പറയാൻ പറയാൻ കഴിയില്ല. പറ്റും. പറയാൻ കഴിയില്ല. ആ പറയും. ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള നമ്മള് ഇപ്പൊ ചിത്രശലഭം, അതുപോലെ തന്നെ നമ്മൾ ചില ഫ്ലവേഴ്സ്, അങ്ങനെ പലതരം കളറുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഈ പ്രൈമറി വർണ്ണങ്ങളല്ലാത്ത പല വർണ്ണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പേരറിയാത്ത പല വർണ്ണങ്ങളും നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. അതെ. ഫ്ലവേഴ്സിൽ തന്നെ ഇപ്പൊ കാണുന്നുണ്ട്. അതുപോലെ അതേ കളർ കോമ്പിനേഷൻ ഉപയോഗിച്ച് ഡ്രസ്സുകളിലും നമ്മൾ ആ കളറുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യെസ്. യഥാർത്ഥത്തിൽ ആ കളറുകൾ ഉള്ളതാണല്ലോ, അതിനെ നമ്മുടെ മസ്തിഷ്കം പ്രതിഫലിപ്പിക്കുക മാത്രമല്ലേ ചെയ്യുന്നത്.
ആണ് ആണ് അതന്നെയാണല്ലോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതെ. അപ്പൊ അത് പിന്നെ അവസാനം മായാജാലം എന്നല്ലല്ലോ ഇതൊന്നും. അല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അത് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ഒരു സത്യത്തിൽ ഇപ്പോ പിന്നെ അതൊരു എന്താ പറയാ, ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് പറഞ്ഞു. മായാജാലം എന്നല്ല. അതിന്റെ വിഷയം ഇതാണ്. ഒരു വസ്തുവിനെ എന്ത് ചെയ്യാണ്, കാണുന്നവരിൽ എന്തുണ്ട്. ഇപ്പോ ഞാൻ ഒരു ചുവപ്പ് ബോള് ചുറ്റും കുറെ ജീവികൾ ഇരിക്കുന്നുണ്ട് വിചാരിക്കാം. ഒരു 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 ചുവന്നൊരു ആപ്പിളിന് ചുറ്റും കോഴിയുണ്ട്, താറാവുണ്ട്, പൂച്ചയുണ്ട്, നായുണ്ട്, മനുഷ്യന്റെ ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും അതിന് റെഡായിട്ടല്ല കാണുന്നത്. അതാണ് ഒരു പിന്നെ കൗതുകം എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. അതിനെ അവർ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കാണാൻ കഴിയുന്ന പക്ഷികളിലേക്കൊക്കെ അവർക്ക് അത് ഗ്രേ ഷെയ്ഡ് കാണും. അതല്ലെങ്കിൽ വേറെ ജീവിക്ക് അത് ഇതിന് പുറത്ത് കളർ കാണുന്ന ജീവികളുണ്ടല്ലോ. 12 റോഡ് കോശങ്ങളുടെ ജീവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അവർക്കത് നമ്മളൊന്നും കാണാത്ത പുതിയ കളറുകളായിരിക്കും അവർ കാണുക. ഓക്കെ, അതാണ് പറഞ്ഞത്. അതിലുള്ള ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. അല്ലാതെ അതില്ല എന്നുള്ളത് അതിനെ റിജക്ട് ചെയ്യല്ല ചെയ്യുന്നത്. അതിന്റെ ഒരു കൗതുകമാണ് പറഞ്ഞത്. സംബന്ധിച്ചിടത്തോളം മായ തന്നെയാണ്. കാരണം അതൊരു മായയാണല്ലോ. കാരണം ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മായ തന്നെയാണ്. കണ്ടൊരാളെ സംബന്ധിച്ചിടത്തോളം കളർ അവിടെ ഉണ്ട്, ബട്ട് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മായ തന്നെയാണ്. മായാണ്. ഇപ്പോ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്ക് അതൊന്നും അറിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ചില കളറുകൾ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവർക്ക് അവര് വിശ്വസിക്കൂല ഇതിൽ ഈ കളർ ഉണ്ട് എന്ന് പറഞ്ഞാല്. നമ്മൾ ചിലപ്പോ എനിക്കൊക്കെ പ്രശ്നമാണ്. ഇപ്പൊ ചില ഇത് ഞാൻ ഇതന്നെയാണെന്ന് വാദിക്കും. പക്ഷെ വേറെ ആള് പറയും ഇത് കറുപ്പല്ല നീലയാണെന്ന് പറയും. ചില ഡാർക്ക് നീലകൾ കാണുമ്പോ ചില ആളുകൾ പറയുന്നത് നീല തന്നെയാണ്. ഞാൻ ഇപ്പൊ അടുത്തിപ്പോ ഒരു തർക്കം ഉണ്ടായി. ഞങ്ങള് ഒരു സാധനത്തെ കുറിച്ച് കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് പ്യുർ ബ്ലാക്ക് അല്ല നീലയാണെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് കറുപ്പായിട്ടേ എനിക്ക് തോന്നുള്ളൂ. അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ടാണ് അതൊരു മായ എന്ന് ഇപ്പൊ ഈ പറയുന്നത്. കളർ ബ്ലൈൻഡ്നെസ്സിന് ഇത് കവർ ചെയ്യാൻ പ്രത്യേകം കണ്ണട ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പോയപ്പോ ഇത് അപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് എനിക്ക്. അപ്പൊ അവിടുന്ന് നിർദ്ദേശിച്ചത് ഒരു കണ്ണട. നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രശ്നം എന്താണ്? ഏത് കളറാണ് മിസ് ആയിട്ട് ഫീൽ ചെയ്യല്? ഇന്ന കളർ എന്നല്ല, അതായത് ബേസിക് കളർ അറിയാം. ഈ മറ്റേ മിക്സ് ആയി വരുന്ന കളറുകളിൽ പലതും എനിക്ക് വേറെ കളറായിട്ട് തോന്നും. ഞാൻ കുട്ടികളായിട്ട് പർച്ചേസിനൊക്കെ പോകുമ്പോ ഈ ഡ്രസ്സിന്റെ ഒക്കെ കളർ പറയുമ്പോ അവര് പറയുന്ന കളറല്ല എനിക്ക് തോന്നുന്നത്. ഒരുപാടുണ്ടാവാറുണ്ട്. അപ്പൊ അതിനിപ്പോ ഒരു പ്രത്യേക നല്ല വാല്യൂ ഉള്ള ഒരു കോസ്റ്റ്ലി ആയ ഒരു കണ്ണട ഉണ്ട്. അപ്പൊ അവരൊരു പ്രിഫർ ചെയ്തിട്ട് അത് വാങ്ങി വെച്ചോളാം. അതില്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ വല്ല ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാല് ആ സമയത്ത് നമ്മൾ ഈ കണ്ണട ഉപയോഗിച്ചിരുന്നില്ല എന്ന് തെളിയുകയാണെങ്കിൽ ഫൈൻ ഉണ്ട് നമുക്ക്. പ്രശ്നമാണ്. അതെ 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 അതെ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? പിന്നെ ഇതില് ഈ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കളറുമായി ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇല്ല പറഞ്ഞോളൂ. അതായത് ഈ കണ്ണിന്റെ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതില് ചില കളറുകൾ മാത്രം ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പൊ കണ്ണിന്റെ ലെൻസ് മാറുക, ഈ കാറ്ററാക്ട് ഒക്കെ വരുന്ന സമയത്ത് ലെൻസ് മാറുക, അതുപോലെ ഈ ലെസിക് സർജറിയിലൊക്കെ ചെയ്യുന്നത് ഈ നമ്മളെ കോർണിയയുടെ ഷേപ്പ് ഒക്കെ ലേസർ വെച്ചിട്ട് തിരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പൊതുവെ ലാസ്റ്റിഗ്മാറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കണ്ണിന്റെ ഈ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൊത്തത്തിലുള്ള ഐബോൾ ആ ഒരു കോർണിയ അതിന്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട അത് കരിച്ചു കളി, അതിന്റെ സൈഡിലുള്ള ടിഷ്യൂസ് ഒക്കെ ഒന്ന് കരിച്ചിട്ട് റീഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെ, അതും ഇതാണ്. നിങ്ങളെന്താ ചെയ്യുന്നത് മുസദ്ദീഖ്? ഞാന് ഇതാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാണ്. മെഡിസിൻ രംഗത്തൊന്നുമില്ല. ഞാൻ എന്റെ കണ്ണൊരിക്കൽ മുമ്പ് ലസിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് പറഞ്ഞത് കോർണിയക്ക് തിക്നെസ് കുറവാണ്, അതുകൊണ്ട് ചെയ്യുന്നതിൽ ചെറിയ പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ഒന്നല്ല. ഏതായാലും അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഇപ്പൊ ഇത്രയും കാഴ്ചകളൊക്കെ കാണുന്നതിന് ഒന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അത്രയും ചെറിയൊരു സ്പേസിലുള്ള ചെറിയ സാധനത്തെ വെച്ച് അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് ഈ കളികളൊക്കെ നടക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മളെ കണ്ണിന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടേ
ഇപ്പോൾ ഒത്തിരി സ്ക്രീൻ ടൈം ഒക്കെ ഉള്ളപ്പോൾ പറയത്തില്ല, ഇടയ്ക്ക് പച്ചപ്പിലേക്ക് നോക്കണം, അപ്പോൾ കണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പച്ചയാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? പച്ചപ്പാണ് നല്ലത് റിലാക്സ് ചെയ്യാൻ കണ്ണിന് എന്നൊക്കെ പറയുന്നത്. അതില് സത്യം എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ പിന്നെ എല്ലാ കളറുകളും കാണുന്നതിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ സാധാരണ സ്ക്രീനൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ നമ്മള് ലൈറ്റ് ഇങ്ങനെ കണ്ണിലേക്ക് തുടർച്ചയായി അടിക്കല്ലേ. പച്ചക്ക് അതിൻ്റെതായ ഒരു പിന്നെ ഒരു കൂളിംഗ് ഉണ്ട്. അപ്പോ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ കണ്ണിലെ പച്ച നെർവുകൾ മാത്രമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും കോശങ്ങൾ മാത്രമായിരിക്കുമല്ലോ, അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാല് പച്ചക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ കളറിനും അതിൻ്റെതായ കുറെ സൈക്കോളജി ഉണ്ട്, അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പച്ചക്കും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവാം, അത് കുറെ സൈക്കോളജിക്കലി കൂടിയാണ്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ മുള്ളെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നോക്കുന്ന പറയാൻ സമയത്ത് പറ്റില്ല, മുള്ളെടുക്കാറ് ഉമ്മ പച്ച പറയും ഇലമേലേക്ക് നോക്കാൻ വേണ്ടി ഉമ്മ പറയും. പറയും പച്ചമക്ക് നോക്കാൻ പറയും. സത്യത്തില് നമ്മളിങ്ങനെ അതിപ്പോ നമ്മളെ പൊട്ടീസാക്കാൻ വേണ്ടി നോക്കിക്കാന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അതിലൊരു തോന്നലുണ്ട്. ഇപ്പൊ നമ്മള് അതിലേക്ക് തോന്നുമ്പോ മാറും, അത്രയും വേദന ഇല്ലാന്ന് തോന്നൽ നമ്മളെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാം. പല മരുന്നിന്റെ ഉദ്ദേശം അതാണല്ലോ, അത് ക്രിയേറ്റ് ചെയ്യൽ ഒരു സംഗതി ആയിരിക്കാം. അതേ സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഒരു കണ്ണിനൊരു കുളിർമ, അല്ലെങ്കിൽ നമുക്ക് കണ്ണിനൊന്നും കൂടി അട്രാക്ഷൻ ഇത് കിട്ടുന്നത് പച്ചയിലേക്ക് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാല് തിക്നെസ്, ഓവർ തിക്നെസ് ഇല്ലാത്തൊരു കളറാണല്ലോ. അപ്പൊ റെഡിലേക്ക് നോക്കുമ്പോൾ കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്ന കണ്ടില്ലേ ഞങ്ങള്, നല്ല ചോപ്പിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ഒന്ന് ഇതായി പോകും. അപ്പൊ അതിന്റെ മിഡിൽ കളറാണ് എന്ത്, ഗ്രീന്. അതിൻ്റെതായ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. അതായത് ഈ ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സാധനം. നമ്മള് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ലെൻസ് കൊടുക്കുന്നത് ബ്ലൂ കട്ടർ ലെൻസ് കൊടുക്കും. ബ്ലൂ, അതായത് ഏറ്റവും എനർജി ഉള്ള ലൈറ്റ് അതെ അതെ നമ്മൾ കണ്ണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. നേരെ മറിച്ച് റെഡ് ആണെങ്കിൽ എനർജി ഏറ്റവും കുറവാണ്, ബട്ട് വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. അതിന്റെ മീഡിയം കൂടുതലാണ്, മീഡിയം പച്ചയിലാണ്. ഇതിലാണ്. അത് ആയിരിക്കും ഈ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ബട്ട് പച്ചയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. നമുക്ക് പച്ചനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ വരുന്ന, അതെന്തോ സൈക്കോളജിക്കൽ ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ ജീനിൽ തന്നെ ഉള്ള ഒരു സാധനമായിരിക്കും. അതെ ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും അവസാനിപ്പിക്കാം. ഇതില് വലാത്തുതിരിക്കുൽ ഷബീർ സാഹിബ് പോയോ? ഞാൻ അന്ന് ആ സമയത്ത് ഒരു ചാറ്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പോയി തോന്നുന്നു, കണക്ട് ചെയ്യാൻ. ഫോക്കൽ ഖുറാനിലൊരു ആയത്തുണ്ടല്ലോ, വലാത്തുതിരിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവനാവട്ടെ നമ്മളെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോ കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം, കുറെ കാര്യങ്ങൾ കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുറാനിൽ പല സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. ദുബായിൽ തന്നെയാണോ? അതെ, ദുബായിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും? കേട്ടിടത്തോളം വളരെ എഫക്റ്റീവ് ആണ്. കുറെ പുതിയ സംഗതികൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? ലളിതമായ ഭാഷയിലാണ് അവതരണം, അതും വലിയൊരു ഉപകാരമാണ്.